السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് അയ്യൂബ് നബിയുടെ ചരിത്രമാണ്. ഇനി അയ്യൂബ് നബിയുടെ ചരിത്രത്തിലേക്ക് ചേർത്ത് പറയുകയാണ് യൂനുസ് നബിയുടെ ചരിത്രവും. ഓക്കെ, ഖിസ്സത്തു യൂനുസ വ ഹിക്മത്തുഹ, യൂസുഫ് നബിയുടെ ചരിത്രവും അതിലെ ഹിക്മത്തുകളും. ഓക്കെ, وتأتي قصة يونس مقرونة بقصة أيوب مؤيدة لها في إثبات قدرة الله تعالى ولطفه بعباده وإغاثته لهم حين ينقطع الرجاء ويغشى اليأس القاتل والظلام الحالك وتنسد جميع المنافذ فلا نور ولا هواء ولا أمل ولا رجاء تدور رحى الموت قوية سريعة تطحن حبة الحياة ناعمة دقيقة. ഓക്കെ, വതഅതി ഖിസ്സത്തു യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബിയുടെ ചരിത്രം ഇവിടെ വരുന്നു എന്നൊക്കെ അർത്ഥം. മഖറൂനതൻ ബിഖിസ്സത്തി അയ്യൂബ്, അയ്യൂബ് നബിയുടെ ചരിത്രത്തിനോടൊപ്പം ചേർത്തുകൊണ്ടാണ് യൂനുസ് നബിയുടെ ചരിത്രം ഇവിടെ വരുന്നു എന്നൊക്കെ അർത്ഥം. മുഅയ്യദതൻ ലഹാ, അയ്യൂബ് നബിയുടെ ചരിത്രത്തിനിക്ക് ഒരു ശക്തി നൽകിക്കൊണ്ട്. ഓക്കെ, യൂനുസ് നബിയുടെ ചരിത്രം അയ്യൂബ് നബിയുടെ ചരിത്രത്തിനിക്ക് ശക്തി നൽകിക്കൊണ്ട്. എന്തിൽ? ഫി ഇസ്ബാത്ത് ഖുദ്റത്തില്ല, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ഇസ്ബാത്ത്, അതിന് ഉറപ്പിക്കുന്നതിൽ. ഫി ഇസ്ബാത്ത് ഖുദ്റത്തില്ല, അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സ്ഥിരമാക്കുന്നതിൽ, ഉറപ്പിക്കുന്നതിൽ ഒരു ശക്തമായി കൊണ്ടാണ്, ഒരു ശക്തി നൽകാൻ വേണ്ടിയാണ് രണ്ട് ചരിത്രങ്ങളും ഒപ്പം പറഞ്ഞതെന്നർത്ഥം. അതുപോലെ തന്നെ വലുത്തുഫിഹി ബി ഇബാദിഹി, അള്ളാഹു തൻ്റെ അടിമകൾക്ക് ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ മേലും ഇസ്ബാത്ത് ചെയ്യാൻ വേണ്ടിയാണ്, അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ വഇഗാസതിഹി ലഹും, അള്ളാഹുവിൻ്റെ സഹായവും, ആർക്ക്? തൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന സഹായവും. ഓക്കെ, എപ്പോൾ? ഹീനയങ്കത്തി ഉറജാഹു വയഗശ, ഹീനയങ്കത്തി ഉറജാ, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന അവസരത്തിൽ. അയ്യൂബ് നബിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എല്ലാവരും, ഐഹിക ലോകത്തുള്ള എല്ലാവരും അയ്യൂബ് നബിയെ ഒഴിവാക്കി. അവസാനം അള്ളാഹു മാത്രം അയ്യൂബ് നബിയെ കൈവിട്ടില്ല. അള്ളാഹു അയ്യൂബ് നബിയെ തൻ്റെ മുമ്പത്തെ ജീവിതത്തെക്കാളും നല്ലൊരു പ്രൗഢമായ ജീവിതത്തിലേക്ക് അയ്യൂബ് നബി തിരിച്ചു കൊണ്ടുവന്നു. അതാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്താണെന്നും, അള്ളാഹു തൻ്റെ അടിമകൾക്ക് ചെയ്യുന്ന കാരുണ്യവും, അള്ളാഹുവിൻ്റെ സഹായവും എന്താണെന്നൊക്കെ പഠിപ്പിക്കുന്നതിൽ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അയ്യൂബ് നബിയുടെ ചരിത്രത്തിനോടൊപ്പം യൂനുസ് നബിയുടെ ചരിത്രവും പറഞ്ഞത്. എപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്തും അള്ളാഹുവിൻ്റെ ലുത്തുഫും അള്ളാഹുവിൻ്റെ യാസത്തും? അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഴിവ്, ലുത്തുഫ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ കാരുണ്യം. അതുപോലെ തന്നെ ഇഗാസത്ത് പറഞ്ഞാൽ എന്താ? ഔസുൽ ആലം എന്നൊക്കെ പറയുമല്ലോ, ഏറ്റവും വലിയ സഹായം തേടുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ് മശായിഖന്മാരുടെ ഏറ്റവും വലിയ ഔസുൽ ആലം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അല്ലേ, അതാണ് ഔസ് പറഞ്ഞ സഹായം എന്ന്. അപ്പോൾ ഇഗാസത്ത് പറഞ്ഞാൽ സഹായിക്കൽ എന്നർത്ഥം, അള്ളാഹുവിൻ്റെ സഹായം തൻ്റെ അടിമകൾക്കുള്ള. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന വിഷയത്തിൽ അത് സ്ഥിരപ്പെടുത്തി ഉറപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് കഥയും രണ്ട് ചരിത്രവും ഒപ്പം പറഞ്ഞത്. എപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക? ഹീനയങ്കത്തെ ഉറജാവോ, പ്രതീക്ഷകൾ മുറിഞ്ഞു പോകുന്ന അവസരത്തിൽ. വയഗ്ശൽ യഅ്സുൽ ഖാതിലു വല്ലലാമുൽ ഹാലിക്, യഗ്ശൽ യഅ്സുൽ ഖാതിൽ, യഗ്ശ, അങ്ങനെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചതിന് ശേഷം യഗ്ശ, അവനെ മൂടും. അൽ യഅ്സു, നിരാശ. അൽ ഖാതിൽ, അവനെ കൊന്നുകളയുന്ന നിരാശ അവനെ മൂടുന്ന അവസരത്തിൽ. അതുപോലെ തന്നെ വല്ലലാമുൽ ഹാലിക്, ഹാലിക് എന്ന് പറഞ്ഞാൽ കടും കറുപ്പുള്ള എന്നർത്ഥം. ഹലക്ക എന്ന് പറഞ്ഞാൽ കടും കറുപ്പാവുക എന്നാണ്. അപ്പോൾ വല്ലലാമുൽ ഹാലിക്, കൂരിരുട്ട് എന്നർത്ഥം. വലാം എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഹാലിക് എന്ന് പറഞ്ഞാൽ കറുത്ത. അപ്പോൾ കടും കറുത്ത കൂരിരുട്ട്, ആ കൂരിരുട്ടും അതാണ് അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ ചുറ്റുപാടിലൊക്കെ അവൻ നോക്കുമ്പോൾ എന്താണ്? മുഴുവൻ ഇരുട്ടാണ്, എന്നും എവിടെയും പ്രകാശമില്ല. അപ്പോൾ എന്താണ്? അങ്ങനത്തെ ആ കൂരിരുട്ടും പ്രയാസങ്ങളും, അതുപോലെ തന്നെ അവനെ കൊന്നു കളയുന്ന നിരാശയും, എല്ലാത്തിനെയും ഇല്ലാതാക്കി കളയുന്നത് എന്താണ്? നിരാശയാണല്ലോ. അപ്പോൾ അവനെ കൊന്നു കളയുന്ന രൂപത്തിലുള്ള നിരാശയും അവനെ മൂടുന്ന അവസരത്തിൽ. അതുപോലെ തന്നെ വതൻസദ്ദു ജമീഉൽ മനാഫിദ്, എല്ലാ വാതിലുകളും കൊട്ടിയടക്കുന്ന അവസരത്തിൽ. വതൻസദ്ദു, അടക്കപ്പെടും. ജമീഉൽ മനാഫിദ്, എല്ലാ വാതിലുകളും, അവനിക്ക് പോകാനുള്ള, ഒരു മനുഷ്യനിക്ക് പോകാനുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടക്കുന്ന അവസരത്തിൽ.
ഫലാ നൂറ വലാ ഹവാഹ, അവിടെ ഒരു പ്രകാശമില്ല, അവിടെ ഒരു ഹവ, അവിടെ ഒരു കാറ്റ് പോലും, ഒരു വായു പോലും ഇല്ലാത്ത അവസരത്തിൽ വല അമല വല റജ, അവിടെ ഒരു പ്രതീക്ഷയും, അമലും റജ കലർത്തും തന്നെ, അവനിക്കൊരു പ്രത്യാശയും ഒരു പ്രതീക്ഷയുമില്ലാതെ തദൂറു റഹൽ മൗത്തി. റഹ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ കാലത്ത് മില്ലിൽ ഉപയോഗിച്ചിരിക്കുന്ന അറിയില്ല, ഒരു ആസുങ്കല്ല് എന്ന് പറയും. ഇന്ന് നമ്മൾ മെഷീനിലാണല്ലോ പൊടിക്കലും മാട്ടലൊക്കെ. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഉപയോഗിച്ച് കാളകളെ കൊണ്ട് ഉപയോഗിച്ചിരുന്ന പൊടിക്കുന്ന കല്ല് എന്ന് പറയും, അല്ലെങ്കിൽ ആസുങ്കല്ല് എന്നൊക്കെ പറയും ആ യന്ത്രം. ഓക്കെ, റഹ എന്ന് പറഞ്ഞാൽ ആസ് എന്ന് വെക്കാം നമുക്ക്. ഏതായാലും അതിലുപയോഗിക്കൽ, അത് എന്തിനാണ് ഉപയോഗിക്കൽ? പൊടിക്കാനും എണ്ണ ആട്ടാനും ഇതിനൊക്കെയാണ് ഉപയോഗിക്കൽ കേട്ടോ. ഓക്കെ, അപ്പോൾ തദൂറു റഹൽ മൗത്തി, ജീവിതത്തിൻ്റെ ആ ആസുങ്കല്ല് അത് കറങ്ങുന്നു. കവിയതൻ സരിഅതൻ, നല്ല ശക്തമായിട്ടും നല്ല വേഗതയിലും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? തെത്ഹനു, ആ യന്ത്രം അത് പൊടിച്ചു കളയുന്നു. ഹബ്ബതൽ ഹയാത്തി, ജീവിതത്തിൻ്റെ ധാന്യമണികളെ. നാഇമതൻ ദഖീഖതൻ, നാഇമതൻ, വളരെ സോഫ്റ്റാക്കിയിട്ടും വളരെ മിനുസമാക്കിയിട്ടും. ദഖീഖത്തൻ എന്ന് പറഞ്ഞാൽ അതന്നെ, വളരെ മിനുസമാക്കിയിട്ട് വളരെ സോഫ്റ്റായ രൂപത്തിൽ ജീവിതത്തിൻ്റെ ധാന്യങ്ങളെ പൊടിക്കുന്ന ആ യന്ത്രം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് അവൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൂരിട്ട് വന്ന് അവനെ മൂടുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്താണ്, അള്ളാഹുവിൻ്റെ ലുത്ഫ് എന്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്താണ്, അള്ളാഹുവിൻ്റെ സഹായം നൽകൽ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നതിൽ ഇസ്ബാത്ത് ചെയ്യാൻ വേണ്ടിയാണ് അയ്യൂബ് നബിയുടെ ചരിത്രത്തോടൊപ്പം യൂനുസ് നബിയുടെ ചരിത്രവും പറഞ്ഞത്. ഓക്കെ, ഹുനാലിക തബ്റുസു യദുൽ ഖുദ്റത്തുൽ ഇലാഹിയ, അങ്ങനെ മനുഷ്യൻ ഒറ്റപ്പെട്ട് കൂരിട്ടിലകപ്പെടുന്ന അവസരത്തിൽ തബ്റുസു, അവിടെ വ്യക്തമാകുന്നു, അവിടെ വെളിവാകുന്നു, യദുൽ ഖുദ്റത്തുൽ ഇലാഹിയ. യദ് പറഞ്ഞാൽ കൈ എന്നൊക്കെ അല്ലേ, ഹസ്തം എന്നൊക്കെ നമ്മൾ നന്നാക്കി പറയാം. ഒരു യദുൽ ഖുദ്റ, ആ അള്ളാഹുവിൻ്റെ അൽ ഇലാഹിയ, ദൈവികമായ അള്ളാഹുവിൽ നിന്നുള്ള ആ ഖുദ്റത്തിൻ്റെ ഒരു കൈ സഹായം എന്നൊക്കെ പറയാം. അള്ളാഹുവിൻ്റെ കൈ വ്യക്തമാകുന്ന അവസരം, വെളിവാകുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള സഹായം എന്നത്, അത് മജാസിയ ഒരു സാഹിത്യത്തിൻ്റെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. യദ് വന്നു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം വന്നു എന്നാണ് പറയാം. ഓക്കെ, യദുൽ ഖുദ്റത്തുൽ ഇലാഹിയ, ദൈവികമായ അള്ളാഹുവിൻ്റെ ആ സഹായം വ്യക്തമാകുന്ന അവസരത്തിൽ വ്യക്തമാവും. അതുപോലെ തന്നെ അൽ ഖവിയ്യത്തുൽ ഖാഹിറ, എങ്ങനത്തെ ഖുദ്റത്താണ്? അൽ ഖവിയ്യത്തു, ശക്തമായ, അൽ ഖാഹിറത്തു, അൽ ഖാഹിറ എന്ന് പറഞ്ഞാൽ എന്താണ്? അടക്കി വായുന്ന എന്നൊക്കെ അർത്ഥം. അടക്കി വായുന്ന ശക്തമായ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ആ ഖുദ്റത്ത് വ്യക്തമാകുന്ന അവസരത്തിൽ എങ്ങനത്തെ ഖുദ്റത്താണ്? അർ റഹീമത്തു, വളരെ കാരുണ്യ രൂപത്തിലുള്ള, അൽ ഹക്കീമത്തു, വളരെ തന്ത്രപരമായിട്ടുള്ള, ആ അവസരത്തിൽ തന്ത്രപരമായിട്ടുള്ള വളരെ കാരുണ്യ രൂപത്തിലുള്ള അതിശക്തമായ ദൈവികമായ ആ ശക്തിയുടെ കൈകൾ അങ്ങനെ തന്നെ പറയാം. ശക്തിയുടെ ആ ഖുദ്റത്തിൻ്റെ കൈകൾ വെളിവാകും ആ അവസരത്തിൽ. ഹുനാലിക്കാൻ അപ്പോൾ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? ഫതുഖ്രിജു ഹാദൽ ഇൻസാനൽ ളഈഫ്, ഈ ബലഹീനനായ മനുഷ്യനെ അള്ളാഹുവിൻ്റെ ആ ഖുദ്റത്തിൻ്റെ കൈകൾ പുറത്ത് കൊണ്ടുവരും. എവിടെ നിന്ന്? മിൻ അഷ്ദാഖിൽ അസദിൽ ളാരി, അള്ളാരി എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന, കഠിനമായി ആക്രമിക്കുന്ന എന്നാണ്. അപ്പോൾ അസദ് സിംഹം, അപ്പോൾ കഠിനമായി ആക്രമിക്കുന്ന സിംഹത്തിൻ്റെ അഷ്ദാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവിള്, അല്ലെങ്കിൽ അതിൻ്റെ മുഖം, അല്ലെങ്കിൽ അതിൻ്റെ വായ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥത. അഷ്ദാഖ്. അപ്പോൾ കഠിനമായി ആക്രമിക്കുന്ന ഒരു സിംഹത്തിൻ്റെ വായയിൽ നിന്നും ഈ ബലഹീനനായ മനുഷ്യനെ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അവിടെ നിന്നും പുറത്തു കൊണ്ടുവരും. അതുപോലെ എവിടെ നിന്നും? വൽ മൗത്തിൽ ഫാത്തിക്ക്, അവനെ അൽ ഫാത്തിക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്രമിക്കുന്ന എന്നർത്ഥം. ഓക്കെ, അവനെ പെട്ടെന്ന് ആക്രമിക്കുന്ന മരണം, ആ മരണത്തിൽ നിന്നും. ഓക്കെ, അതുപോലെ തന്നെ അവന് പിന്നെ എങ്ങനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ഫയഖ്റുജു സലീമൻ, അങ്ങനെ വളരെ ഭീതിതമായ, വളരെ കൂരിട്ടിൽ നിന്നും ഫയഖ്റുജു സലീമൻ, അവന് പുറപ്പെടുന്നു. ഖറജ, ഫയഖ്റുജു, അവന് പുറപ്പെടും. സലീമൻ, സുരക്ഷിതനായിട്ട്, വളരെ സലീം, ആരോഗ്യമുള്ളവനായിട്ട്, വളരെ സുരക്ഷിതനായിട്ട്. ഗൈറ മഖ്ദൂഷ്, ഒരു ഖദശ എന്ന് പറഞ്ഞാൽ പിച്ചി ചീന്തുക, മാന്തുക എന്നൊക്കെ അർത്ഥം.
അവന് ഒരു പോറലുമേൽക്കാതെ പരിപൂർണ സുരക്ഷിതനായിട്ട് അവൻ പുറത്തു വരും. കാമിലൻ ഓയറ മങ്കൂസ്, ഒരു ന്യൂനതയും കൂടാതെ പരിപൂർണനായിട്ട് അവൻ പുറത്തു വരും. കഅന്നമാ കാന അലാ ഫിറാശിഹി, അവൻ അവൻ്റെ വിരിപ്പിലായതുപോലെ, ഫി ബൈത്തിഹി, അവൻ്റെ വീട്ടിൽ, മഹ്ഫൂലം ബൈന അഹ്ലി, തൻ്റെ കുടുംബക്കാർക്കിടയിൽ സുരക്ഷിതനായിട്ടുള്ളത് പോലെയുള്ള അവസ്ഥയിൽ അള്ളാഹു താല വലിയ പ്രയാസത്തിൽ നിന്നും, ഇതൊക്കെ ഉപമകളാണ് കേട്ടോ, പ്രയാസത്തിൽ നിന്നും അള്ളാഹുവിനെ പുറത്തു കൊണ്ടുവരും. ഒരുപാട് പദങ്ങളുണ്ടല്ലോ ഇതിൽ മൊത്തത്തിൽ ഇപ്പം എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ കുതിരത്ത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ കുതിരത്തും അള്ളാഹുവിൻ്റെ ലുത്തുഫും അള്ളാഹുവിൻ്റെ ഖിയാസത്തും അതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഏതവസരത്തിലുള്ള വളരെ പ്രയാസപ്പെട്ട് ഒറ്റപ്പെട്ട അവസരത്തിൽ കൂരിരുട്ടെന്ന് പറയുമ്പോൾ രാത്രി ഇരുട്ടായതല്ല കേട്ടോ, ജനങ്ങളെ കൊണ്ട് ഇരുട്ട്, അഥവാ ജനങ്ങളൊന്നും ഒരു സഹായവുമില്ല. ചുറ്റുഭാഗം നോക്കുമ്പോൾ എല്ലായിടത്തും പ്രയാസങ്ങൾ, മുസീബത്തുകൾ. അവനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ ഒരു മനുഷ്യൻ, ഒരു ബലഹീനയായ മനുഷ്യൻ, അവനിതിനോട് ഉപമിക്കുകയാണ്. എവിടെ നിന്നും അള്ളാഹു ഒരു സിംഹം ആക്രമിക്കുന്ന സിംഹത്തിൻ്റെ വായിൽ നിന്നും ഒരു ബലഹീനനായ മനുഷ്യനെ രക്ഷിക്കുന്നത് ഏത് രൂപത്തിലാണോ, അപ്പോൾ എത്രയും വളരെ ഭീതിതമായ സാഹചര്യമല്ലേ ആക്രമിക്കുന്ന സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്ന് പറഞ്ഞത്. അപ്പം അതുപോലെ ദുന്യാവിനെ അത്രയും പ്രയാസമായ സാഹചര്യത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ സഹായം കൊണ്ട് അവിടെ നിന്നും രക്ഷിച്ചെടുക്കുന്നതിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, ആ ഖുദ്റത്ത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് യൂനുസ് നബിയുടെ ചരിത്രവും അയ്യൂബ് നബിയുടെ ചരിത്രവും ഒപ്പം പറഞ്ഞത്. കാരണം രണ്ട് നബിമാരുടെ ചരിത്രം ഏകദേശം വളരെ പ്രയാസപ്പെട്ട ജീവിതത്തിൽ നിന്നാണ് അവർ തിരിച്ചു വരുന്നത്. വളരെ പ്രയാസപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ശരീരത്തിലും അതുപോലെ എല്ലാം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും പരീക്ഷിച്ചു. അതുപോലെ തന്നെ യൂനുസ് നബി അലൈഹി സ്വലാമിനെ ആ മത്സ്യം വീങ്ങിയ സന്ദർഭമൊക്കെ നിങ്ങൾക്കറിയാൻ അതൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അത്രയും ഇരുട്ടിൽ നിന്നാണ് വീണ്ടും സുരക്ഷിതനായിട്ട് ഒരു പോറലും ഏൽക്കാതെ ഒരു പ്രശ്നവുമില്ലാതെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അവിടെ നിന്നും പുറത്തു കൊണ്ടുവരുന്നത്. ഇതിലൊക്കെ നമുക്കും ഒരുപാട് പാഠങ്ങളുണ്ട്. എത്ര വലിയ പ്രയാസത്തിലായാലും അള്ളാഹുവിനോട് സഹായം തേടിയാൽ, അള്ളാഹുവിനോട് നമ്മുടെ പരാതികൾ പറഞ്ഞാൽ അള്ളാഹു നമ്മെ സുരക്ഷിതനായിട്ട് പുറത്തു കൊണ്ടുവരും. എല്ലാ പ്രയാസത്തിൽ നിന്നും, ദുന്യവിയായ ഉഖ്റവിയായ എല്ലാം, സാമ്പത്തികമായ, സാമൂഹികമായ, വ്യക്തിപരമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു പരിപൂർണ സുരക്ഷിതനായിട്ട് അതിൽ നിന്നൊക്കെ നമ്മെ മോചിപ്പിക്കും. അള്ളാഹു അങ്ങനത്തെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അത് നമുക്കിതിലെ പദങ്ങളൊന്ന് നോക്കാം. തെത്തി പറയുന്നു, വരുന്നു എന്നൊക്കെ അർത്ഥത്തിന് കണ്ട പറയാനാൽ ചരിത്രം പറയുന്നു എന്നൊക്കെ അർത്ഥം. തെത്തി കിസത്തു, ചരിത്രം വരുന്നു. മഖറൂന തമ്പി, അടുപ്പിച്ചെന്നർത്ഥം. മഖറൂന തമ്പി, ചേർത്തുകൊണ്ട് എന്നർത്ഥം. മഖറൂന തമ്പി കിസത്തി അയ്യൂബ, അയ്യൂബ് നബിയുടെ ചരിത്രത്തോട് ചേർത്തുകൊണ്ട്. മുഅയ്യദത്തല്ലഹ, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട്. ഫി ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തുന്നതിൽ, ഉറപ്പിക്കുന്നതിൽ. അയ്യദ് പറഞ്ഞാലും അസ്ബത്ത് പറഞ്ഞാലൊക്കെ ഒരേ അർത്ഥം തന്നെ, സ്ഥിരപ്പെടുത്തുന്നതിൽ എന്നർത്ഥം. ഖുദ്റത്തുല്ലാഹി എന്ന അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ ശക്തി. അതുപോലെ തന്നെ വലുത്തുഫിഹി, അള്ളാഹുവിൻ്റെ ആ കാരുണ്യം. ബി ഇബാദിഹി, തൻ്റെ അടിമകൾക്കുള്ള. വൈഗാസത്തിഹി ലഹും, അള്ളാഹുവിൻ്റെ സഹായവും തൻ്റെ അടിമകൾക്കുള്ള. എപ്പോൾ? ഹീന യങ്കത്യോ റജാഉ, പ്രതീക്ഷകൾ, പ്രതീക്ഷ, യങ്കത്യോ മുറിഞ്ഞു പോവുക, പ്രതീക്ഷകൾ മുറിയുന്ന അവസരത്തിൽ. അതുപോലെ തന്നെ ഏതവസരത്തിലും യഗ്ഷ, അവനെ മൂടുന്ന അവസരത്തിലും. അൽ യഅ്സു, നിരാശ. അൽ ഖാത്തിൽ, അവനെ കൊന്നുകളയുന്ന. വല്ലലാം, ഇരുട്ട്. അൽ ഹാലിക്, കടുങ്കറുത്ത ഇരുട്ട് അവനെ മൂടുന്ന അവസരത്തിൽ. അതുപോലെ തന്നെ വതൻ സദ്ദു, അടക്കപ്പെടും. ജമീ ഉൽ മനാഫിദ്, എല്ലാ വാതിലുകളും, പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കുന്ന അവസരത്തിൽ. ഫലാനൂർ, അവിടെ ഒരു പ്രകാശവും ഉണ്ടാവില്ല. വലാഹവ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്നർത്ഥം. അതുപോലെ തന്നെ വല അമല, ഒരു പ്രതീക്ഷയുമില്ല. വല റജ, ഒരു ആശയുമില്ല, ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസരത്തിൽ. തദൂറു റഹൽ മൗത്തി, റഹ എന്ന് പറഞ്ഞാൽ ആസുങ്കല്ല്, അല്ലെങ്കിൽ പൊടിക്കുന്ന കല്ല്, പൊടിക്കുന്ന യന്ത്രം എന്നൊക്കെ പറയാം. തദൂറു, അത് കറങ്ങുന്നു. റഹ എന്ന് പറഞ്ഞാൽ ആസുങ്കല്ല് അല്ലെങ്കിൽ പൊടിക്കുന്ന യന്ത്രം. അത് എന്തിൻ്റെ യന്ത്രം? അൽ മൗത്തി, മരണത്തിൻ്റെ ആസുങ്കല്ല് കറങ്ങുന്നു. കവിയതൻ സരിയതൻ, ശക്തമായിട്ടും വേഗതയിലും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പൊടിക്കുന്നു. ജീവിതമെന്ന ധാന്യത്തെ അത് പൊടിച്ചു കളയുന്നു. ഹബ്ബത്ത് എന്ന ധാന്യം, അല്ല ഹയാത്ത്, ജീവിതം. നായിമത്ത് പറഞ്ഞാൽ ഹഖീഖത്ത് വളരെ മിനുസമാക്കിയിട്ടും സോഫ്റ്റാക്കിയിട്ടും അത് പൊടിച്ചു കളയുന്ന, അങ്ങനെ ജീവിതത്തിൻ്റെ ധാന്യങ്ങളെ പൊടിച്ചു കളയുന്ന ആസുങ്കല്ല് അതിങ്ങനെ കറങ്ങിക്കൊണ്ട് എപ്പോഴാണോ ജീവിതം അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, പ്രയാസങ്ങൾ കൊണ്ട് ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസരത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ സഹായം വരുന്ന ആ കാര്യം ഒന്ന് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിന് ഉറപ്പിക്കാനും അള്ളാഹുവിന് നൽകുന്ന ആ കാരുണ്യത്തിൻ്റെ ആ വിഷയങ്ങളൊക്കെ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഈ ചരിത്രം പറഞ്ഞത് എന്നൊക്കേണ്ടതിലുള്ളത്.
ഹുനാലിക്ക തദവസരത്തിൽ, അപ്പോൾ എന്നർത്ഥം, തബ്റുസു വ്യക്തമാകുന്നു, വെളിവാകുന്നു, ഏത് പറഞ്ഞാൽ സഹായം എന്നർത്ഥമുണ്ട്, കൈ എന്നർത്ഥമുണ്ട് കേട്ടോ. കൈ സഹായത്തിന് ഉപയോഗിക്കാം, ഒരു കൈ സഹായം എന്ന് പറയല്ലോ, അതാണ് ഒരു സഹായഹസ്തം എന്ന് പറയല, ഹസ്തം എന്നാണ് കൈ എന്നുള്ളതിന് നല്ലൊരു അർത്ഥം. ഓക്കെ, ഇതിൽ ഖുദ്റ ശക്തിയുടെ സഹായം, അല്ലെങ്കിൽ ശക്തിയുടെ കരങ്ങൾ, കൈ എന്നർത്ഥം. അൽ ഇലാഹിയ ദൈവികമായ, അതാണ് അള്ളാഹുവിൽ നിന്നുള്ള എന്നർത്ഥം. അൽ ഖവിയ ശക്തമായ, അൽ ഖാഹിറ അതിശക്തമായ, അടക്കി വായുന്ന എന്നർത്ഥം. അർ റഹീമ കാരുണ്യമായ, അൽ ഹക്കീമ തന്ത്രപരമായ, ഫതുഖ്രിജു എന്നിട്ട് അത് പുറപ്പെടുവിക്കുന്നു, പുറത്തു കൊണ്ടുവരുന്നു എന്നർത്ഥം. ഹാദൽ ഇൻസാൻ ഈ മനുഷ്യൻ, അള്ളാഹി ബലഹീനനായ. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ അങ്ങേയറ്റം പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനത്തെ അള്ളാഹുവിൻ്റെ ശക്തമായ ഖുദ്റത്ത് കൊണ്ട് എന്തിൽ നിന്നും ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ സിംഹത്തിൻ്റെ കഠിനമായി ആക്രമിക്കുന്ന ആ സിംഹത്തിൻ്റെ വായയിൽ നിന്നും പുറത്തു കൊണ്ടുവരും പോലെ എന്നർത്ഥം. പിന്നെ അഷ്ദാഖ് വായ അല്ലേ, കൂർത്ത പല്ലുകളും കൂർത്ത നഖങ്ങളുമുള്ള സിംഹത്തിൻ്റെ അഷ്ദാഖ്, എങ്ങനത്തെ കൂർത്ത പല്ലുകളുള്ള വായ എന്നർത്ഥം. അഷ്ദാഖ് വായ, നമ്മൾ വായ ഓക്കെ. അൽ അസദ് അള്ളാരി ആക്രമിക്കുന്ന എന്നർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ വൽ മൗത്തിൽ ഫാത്തിക്ക് പെട്ടെന്ന് ആക്രമിക്കുന്ന മരണം. മരണത്തിൻ്റെ ഒരു പ്രത്യേകത ആണല്ലോ, പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു വസ്തുവാണ് എന്ത്, മരണം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ആക്രമിക്കുന്ന ആ മരണത്തിൻ്റെ ആ പല്ലുകളിൽ നിന്നും, മരണത്തിൻ്റെ ആ കൂർത്ത പല്ലുകളിൽ നിന്നും രക്ഷിക്കുന്ന എന്നർത്ഥം. അങ്ങനെ ഫയഖ്റുജു അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അവനെ രക്ഷിച്ച് അവൻ പിന്നെ പുറത്തു വരുന്നു, സലീമൻ സുരക്ഷിതനായിട്ട്, പരിപൂർണ്ണ സുരക്ഷിതനായിട്ട്, ഓയറ മഹദൂഷ് ഒരു പോറലും ഏൽക്കാതെ, ഹദശാർന്നാൽ മാന്തുക, പിച്ചു ചീന്തുക എന്നർത്ഥം. അപ്പോൾ പോറുക, നമ്മൾ പോറലേൽപ്പിക്കുക എന്നർത്ഥം ഉള്ളതാണ്. ഒരു പോറലും ഏൽക്കാതെ, ഒരു പിച്ചു ചീന്തലോ ഒരു മാന്തലോ ഏൽക്കാതെ എന്നർത്ഥം. കാമിലൻ പരിപൂർണനായിട്ട്, ഓയറ മങ്കൂസ് ഒരു ന്യൂനതയും കൂടാതെ, കഅന്നമ അവൻ ഏതുപോലെയാണ് അവൻ പിന്നെ പുറത്തു വരുന്നത്, കഅന്നമ ഖാന അലാ ഫിറാശിഹി അവൻ്റെ വിരിപ്പിൽ, അവൻ്റെ വീട്ടിൽ, മഹ്ഫൂദൻ ബൈന അഹ്ലിഹി തൻ്റെ കുടുംബക്കാരാൽ സുരക്ഷിതമാക്കപ്പെട്ടവനായിട്ട്, അവൻ സുരക്ഷിതനായിട്ട് വീട്ടിൽ അവൻ്റെ വിരിപ്പിൽ ഉറങ്ങുന്നവനെ പോലെ അള്ളാഹു തആല അവനെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് പുറത്തു കൊണ്ടുവരുന്നു. അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അയ്യൂബ് നബിയുടെ ചരിത്രത്തോടൊപ്പം യൂനുസ് നബിയുടെ ചരിത്രവും പറഞ്ഞത്. ഓക്കെ, മനസ്സിലായതിൽ പദങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, പുതിയ പദങ്ങളാണ്. ആ പദങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം കേട്ടോ, പഠിക്കുകയും ചെയ്യണം. ഇതൊക്കെ സാഹിത്യപരമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. പ്രസംഗത്തിലായിട്ടും എഴുതുമ്പോഴായിട്ടും പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇതുപോലെ സാഹിത്യ പദങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ശീലിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ അറബി ഭാഷാ പഠനം ഇതിനെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ പുതിയ പദങ്ങളുണ്ട്, ഒരുപാടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പദങ്ങളായിരിക്കും. ആ പദങ്ങളൊക്കെ എഴുതി വെക്കുക. അസ്സലാമു അലൈക്കും.